നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂക്ക ഒരു സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ്. ഇപ്പം രേഖാചിത്രം എന്നുള്ളൊരു സിനിമ മമ്മൂക്ക എന്ന ഒരു നടന്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം മമ്മൂക്ക തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. എത്ര ആളുകളുടെ ഗുഡ് വില്ലിനെ ബാധിക്കാം, മമ്മൂക്ക തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്നുള്ള വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കഥ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാതെ വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും എന്താ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇനിയും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. ചർച്ചകൾ അവിടെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, എന്താണ് നമുക്ക് നമ്മുടെ വലിയ ഉത്തരവാദിത്വമല്ലേ. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിലെ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു.